ഹായ് ഹലോ നമസ്കാരം പി3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം മുൻകാല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ എടുത്തിട്ട് ഇത്തവണയും മലയാളം മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് മുൻകാല ചോദ്യങ്ങൾ ഉണ്ട്, ഒപ്പം തന്നെ കുറച്ച് ചോദ്യങ്ങൾ, 1-2 ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ മുൻകാല ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ള അതേ പാറ്റേണിൽ അതേ രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതായത് മുൻകാല ചോദ്യം തന്നെയാണ്, അതിൻ്റെ ചെറിയ ടോപ്പിക്കുകളിലുള്ള വ്യത്യാസം വരുത്തിയിട്ട് എടുത്തിട്ടുള്ളതെന്ന് മാത്രമാണ്. അപ്പോൾ മുൻകാല ചോദ്യം തന്നെയാണ് കൂടുതൽ അതിനകത്ത് ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ നമ്മുടെ LPUP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് മലയാളം മോക്ക് ടെസ്റ്റ് മുൻകാല ചോദ്യങ്ങളുടെ പാർട്ട് 1 കാണും. അതല്ലാതെ നമ്മൾ ഒരുപാട് മലയാളം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, മുൻകാലങ്ങളിലുള്ളതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ടോട്ടലായിട്ടുള്ള നമ്മൾ LPUPക്ക് വേണ്ടി നടത്തിയ മലയാളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, മലയാളം PQകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മൊത്തമായിട്ട് PSC നടത്തിയിട്ടുള്ള, കാരണം വെച്ചാൽ PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്നതും അല്ലേ, വളരെ ഒരുപാട് തവണ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പരിചയപ്പെടാനും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്, 1-2 അങ്ങനെയുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കൂ എന്തായാലും. അപ്പോൾ ആദ്യം നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. എഴുതിയതിന് ശേഷം നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അതിനകത്തേക്ക് പറയാം. ഓക്കെ, സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ശാഖ എന്നറിയപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏതാണ്? എന്താണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ശാഖ എന്നറിയപ്പെടുന്നത്? ഏതാണ്? നോവലാണോ, ചെറുകഥയാണോ, പാട്ടാണോ, ഉപന്യാസമാണോ? എന്താണ്? നോവലാണോ, ചെറുകഥയാണോ, പാട്ടാണോ, ഉപന്യാസമാണോ? ഏതാണെന്നുള്ളത് എഴുതുക. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓക്കെ, അപ്പോൾ ആദ്യ വയലാർ അവാർഡ് നേടിയിട്ടുള്ള കൃതി ഏതാണ്? വയലാർ അവാർഡാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ, അഗ്നിസാക്ഷി, യന്ത്രം, കയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? 3ലേക്ക് പോയാലോ? 3, മനീഷ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മനീഷ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശക്തി എന്നാണോ, മനസ്സ് എന്നാണോ, അമൃത് എന്നാണോ, ബുദ്ധി എന്നാണോ? എന്താണ് മനീഷ? ഓക്കെ, ശക്തി, മനസ്സ്, അമൃത്, ബുദ്ധി. എന്താണ് മനീഷ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം? ഓക്കെ അല്ലേ? അടുത്തത്, ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം. അതായത് ഒരു വാക്ക് നമ്മൾ എഴുതിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന ചിഹ്നം എന്താണ്? ആ ചിഹ്നത്തിന് പറയുന്ന പേര് കൂടിയുണ്ട്. ഭിത്തികയാണോ, അല്പവിരാമമാണോ, പൂർണ്ണവിരാമമാണോ, അങ്കുശമാണോ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് നിങ്ങൾ പഠിച്ചിട്ട്, നമ്മൾ മുൻപ് ചെയ്ത മോക്ക് ടെസ്റ്റിനകത്ത് ഒരു ചിഹ്നത്തെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അതിന് മുമ്പ് ചെയ്താൽ ഇപ്പോൾ എല്ലാത്തിലും ഓരോ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം, ചിഹ്നങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം ഏത്? ഭിത്തിക, അല്പവിരാമം, പൂർണ്ണവിരാമം, അങ്കുശം. ഏതാണ് എന്നുള്ളത് എഴുതുക. അടുത്തത് 5, ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ഞാൻ ഒരുപാട് പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം: ശല്യക്കാരൻ, ആശിച്ചു കാലം കഴിയുന്നവൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, കോമാളി. മുൻപുള്ള ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം എന്തായാലും, ഇത് എഴുതിക്കോളൂ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം: ശല്യക്കാരൻ, ആശിച്ചു കാലം കഴിയുന്നവൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, കോമാളി. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നറിയാം, സിമ്പിളല്ലേ? നോക്കൂ, കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? തൂലികാനാമങ്ങൾ നമ്മൾ മുൻപ് തൂലികാനാമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇത് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാരാണ്? VV അയ്യപ്പൻ, EK മത്തായി, ജോർജ് വർഗീസ്, PC ഗോപാലൻ. അപ്പോൾ ആരാണ് കാക്കനാടൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ആകൃതി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ആകൃതി എന്ന് പറയുന്ന അർത്ഥം വരുന്ന പദം: ആകരം, ആഘാരം, ആകൽപ്പം, ആളിന്നം. ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ആകൃതി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓക്കെ, അടുത്തത് 8 നോക്കൂ, ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നതിൻ്റെ ഒറ്റപ്പദം, ഒറ്റ വാക്ക് എന്നുകൊണ്ട് ഒറ്റപ്പദം ഏത് എന്നുള്ളതാണ്. ഓക്കെ, ഉണർന്നിരിക്കുന്ന അവസ്ഥ: ജാഗരം, സഹാസം, സ്തോഭം, കുശലത. ഇതിലെന്താണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ഒറ്റ പദം എന്താണ്? 9, തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? തീവണ്ടി എന്ന വാക്കിനെ വിഗ്രഹിച്ചെഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? തീ കൊണ്ടുള്ള വണ്ടി, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി, തീയുള്ള വണ്ടി, തീയും കൊണ്ടോടുന്ന വണ്ടി. അപ്പോൾ തീവണ്ടി എന്നത് നമ്മൾ പറയാറില്ല, തീവണ്ടി 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 പറയാറുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ആ നാമത്തെ വിഗ്രഹിച്ചെഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അവകാശികൾ കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ് എന്നാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ഏറ്റവും വലിയ മലയാളത്തിലെ നോവൽ ഏത് എന്നുള്ളതാണ്. കയർ, ചെമ്മീൻ, കാലം, ഓഹരി. ഇതിലേതാണ് അവകാശികൾ കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? ഓക്കെ അല്ലേ? സോ 10 ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് നോക്കി. ഇനി അതിൻ്റെ ആൻസറും കൂടെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി മാർക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്ക്
കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. കുറച്ച് പേരൊക്കെ ജസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ട്, മാർക്ക് കുറയുന്ന സമയത്ത് അവർ കമൻറ്റ് ചെയ്യാതെ പോകുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യും, എന്തിനാണ് പേടിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യശാഖ എന്നറിയപ്പെടുന്നത് എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യശാഖ എന്ന് പറയുന്നത് പാട്ടാണ്. നമുക്ക് ഓപ്ഷൻ ബി, പാട്ടാണ് എന്താണെന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യശാഖ. അറിയാത്തവർ ഒന്ന് എഴുതി പഠിച്ച് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി അല്ലേ? അഗ്നിസാക്ഷി ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് അഗ്നിസാക്ഷി. ഇനി അടുത്തത് നോക്കൂ. മനീഷ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലേ? ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ്. ഓപ്ഷൻ ഡി, മനീഷ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ബുദ്ധി. അടുത്തത് 4, ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം അല്ലേ? നമ്മളൊരു വാക്ക് എഴുതിയിട്ട് ആ വാക്ക് അവസാനിപ്പിക്കുന്ന ഒരു കുത്തിട്ടിട്ടാണ് അല്ലേ? ആ കുത്തിന് എന്താണ് പറയുക? പൂർണ്ണവിരാമം അല്ലേ? അല്പവിരാമം. നമ്മൾ ഈ കോമ ഇടുന്നതിന് അല്പവിരാമം എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ ഈ കുത്താണെങ്കിൽ 2 കുത്ത് അല്ലേ? അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ പൂർണ്ണവിരാമം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫുൾ ആ ഒരു വാക്ക് അല്ലേ? ആ ഒരു വാക്യത്തിൻ്റെ അവസാനം, ആ വാക്ക് അവസാനിപ്പിക്കുന്ന ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ ആ പൂർണ്ണവിരാമം ചിഹ്നങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടല്ലോ. ഓക്കെ, 4. ഇനി 5ാമത്തെ നോക്കൂ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ശൈലി നമ്മൾ കുറേ പറഞ്ഞാലേ ആശിച്ചു കാലം കഴിയുന്നവന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. ഓക്കെ, അടുത്തത് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ്. ഓപ്ഷൻ സി, ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത 7 നോക്കൂ. ആകൃതി എന്ന പദം വരുന്ന പദം അല്ലേ? ആകൃതി എന്ന അർത്ഥം വരുന്ന പദം. ആകൃതി എന്ന് പറഞ്ഞാൽ ആഘാരം അല്ലേ? ആഘാരം അല്ലേ? ആകൃതി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആഘാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ. 8, ഉണർന്നിരിക്കുന്ന അവസ്ഥ അല്ലെ? ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നതാണ് ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ഓപ്ഷൻ എ ആണ് ജാഗരം. അടുത്തത് 9, തീവണ്ടി. നോക്കൂ, തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? തീ കൊണ്ടുള്ള വണ്ടിയാണോ തീവണ്ടി എന്ന് പറയുന്നത്? അല്ല. നോക്കൂ, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയല്ലേ അല്ലേ? തീവണ്ടി എന്ന് പറയുമ്പോൾ കൽക്കരി അതുമാത്ര റിലേറ്റ് ചെയ്തിട്ടാണ്. കൽക്കരി ഇട്ട് ആ തീ കൊണ്ടല്ലേ ഓടുന്നത് അല്ലേ? അപ്പോൾ തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയല്ലേ അത്? തീ കൊണ്ടല്ലേ ഓടുന്നത് അല്ലേ? അപ്പോൾ തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി എന്നാണ് വരിക. അല്ലാതെ തീയുള്ള വണ്ടിയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? തീയുള്ള വണ്ടിയാണോ തീവണ്ടി എന്ന് പറയുന്നത്? അല്ല. തീയും കൊണ്ടാണോ വണ്ടിയാണോ? തീയും കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. എന്നാൽ തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തീവണ്ടി എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. പലരും ഇങ്ങനെ തീയും കൊണ്ട് ഓടുന്ന വണ്ടി എന്നുള്ള രീതിയിലൊക്കെ തീയും കൊണ്ട് ഓടുകയാണോ? അല്ല, തീയാൽ എന്താണ് ആ വണ്ടി ഓടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീ അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 10ാമത്തെ അവകാശികൾ കഴിഞ്ഞാൽ. നോക്കൂ, അവകാശികളാണ് എന്താണ് ഏറ്റവും വലിയ നോവൽ. അവകാശികൾ അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നിൽക്കുന്ന 2ാം സ്ഥാനത്തുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ ഏതാണ് എഴുതിയിട്ടുള്ളത്? നിങ്ങൾ എഴുതിയ കമൻറ്റുകളൊക്കെ ഒന്ന് ഓപ്ഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി ശരിയുത്തരം എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാണ്. ഓക്കെ, കയറാണ്. അതായത് അവകാശികൾ കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് കയറ്. ഇനി എത്ര പേര് ചെമ്മീൻ എഴുതി? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അതുപോലെ തന്നെ എത്ര പേര് കാലം എഴുതി? എത്ര പേര് ഓഹരി എഴുതി? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ജസ്റ്റ് കയറ് ശരി ഉത്തരം എഴുതിയവരും ഒന്ന് കമൻറ്റ് ചെയ്തു. സാർ ഞാൻ കയറ് ശരിയാക്കി എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. ഇതൊക്കെ രസമല്ലേ? ഓക്കെ, സോ 10 എണ്ണം നമ്മൾ കഴിഞ്ഞ് ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സീരീസിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ 100 മാർക്കിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് OMR ഷീറ്റിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ആ ഒരു 7000-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് എന്താണ് വായിച്ച് പഠിക്കണം, ഓരോ ആൻസറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒപ്പം SCRT റിവിഷൻ ചെയ്യാം. 5 മുതൽ 10 വരെയുള്ള നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. അതിന് അതുപോലെ തന്നെ 2023-24 കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു റിവിഷൻ പോലെ മോക്ക് ടെസ്റ്റുകളാണ് അവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന SCRT ആണെങ്കിലും കറണ്ട് അഫെയർ ആണെങ്കിലും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുള്ളവർ, താല്പര്യമുള്ളവർ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ, അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യാനും അതല്ല ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പാക്കേജാണത്. അപ്പോൾ അത് വേണ്ടവർ 9747886626 എന്ന് പറയുന്ന നമ്പറിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്നവർക്ക് 299 രൂപയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് പരീക്ഷ വരയ്ക്ക് നിങ്ങൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ വഴി. സോ താല്പര്യമുള്ളവർ വിളിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.